12.5 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ജെഇമെയിൻ 2025 ഫസ്റ്റ് സെഷൻ റിസൾട്ട് ഫെബ്രുവരി 11 പ്രഖ്യാപിക്കുന്നു. ഈ വർഷത്തെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആദ്യഘട്ട പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഉജ്ജ്വല വിജയം നേടി പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. .99% സ്കോറോടെ ബ്രില്യന്റിലെ അക്ഷയ് ബിജു കേരളത്തിൽ ഒന്നാമനായി മാറി. സംസ്ഥാനത്ത് 2ഉം 3ഉം റാങ്കിങ്ങിലെത്തിയവരും പാലാ ബ്രില്യന്റിൽ പരിശീലിച്ചവർ. ബ്രില്യന്റിൽ പരിശീലിച്ച 300ഓളം വിദ്യാർത്ഥികൾ 99% മുകളിലും 670 കുട്ടികൾ 98% മുകളിലും സ്കോർ ചെയ്തു. ഇന്ത്യയിൽ മറ്റൊരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും താരതമ്യപ്പെടുത്താൻ സാധിക്കാത്ത വിധം കേരള സംസ്ഥാനത്ത് നിന്നും 99% സ്കോറിന് മുകളിൽ നേടി 295-ലധികം വിദ്യാർത്ഥികൾ മുൻനിരയിൽ അണിനിരക്കുന്നു. ആ വിദ്യാർത്ഥികളെല്ലാം പഠിച്ചത് ഒരൊറ്റ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. Brilliant Study Center. History tells us that powerful people come from powerful places. വിജയം നേടിയ വിദ്യാർത്ഥികൾ എല്ലാവരും ബ്രില്യന്റ് ക്യാമ്പസിലേക്ക് എത്തുന്ന അതിഗംഭീരമായ കാഴ്ച. ഇത്രയധികം വിദ്യാർത്ഥികൾ 99% സ്കോറിന് മുകളിൽ നേടി രാജ്യത്തെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രില്യന്റിലേക്ക് എത്തുന്ന കാഴ്ച അത് മറ്റൊരു എൻട്രൻസ് സ്ഥാപനത്തിനും രാജ്യത്ത് തന്നെ കാണാൻ സാധിക്കില്ല. താളമേളങ്ങളും ആരവങ്ങളും ആർപ്പുവിളികളും ആശംസകളുമായി ബ്രില്യന്റിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഡയറക്ടേഴ്സും എല്ലാം ബ്രില്യന്റ് ക്യാമ്പസിന്റെ മുന്നിൽ അണിനിരന്നു. ഇറ്റ്സ് breathtakingly beautiful. Yes, JEE victory again. Brilliant on top. Kerala unstoppable. ആർപ്പുവിളികളും ആരവങ്ങളുടെയും ആവേശം ഒട്ടും ചോരാതെ ബ്രില്യന്റ് ക്യാമ്പസിന്റെ നടുത്തളത്തിൽ 4 നിലയിലായി നിറഞ്ഞു നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ വിജയികൾ കടന്നു ചെല്ലുന്ന കാഴ്ച ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ ഓൾ. പിന്നീട് ജെഇഇ മെയിൻ ഫസ്റ്റ് സെഷനിൽ 98, 97 തുടങ്ങിയ പെർസെന്റൈൽ സ്കോർ നേടിയ മറ്റ് ടോപ്പേഴ്സിനിടയിലൂടെ 99% സ്കോറിന് മുകളിൽ നേടിയ 295 ബ്രില്യന്റിയൻസ് നടന്നു വരുന്ന സീൻ അതൊരൊന്നൊന്നര മാസ സീനാണ്. സ്കോർ നേടിയ 295 വിദ്യാർത്ഥികളും വേദിയിൽ അണിനിരന്നു. വിജയം നേടിയ ബ്രില്യന്റിലെ ഞങ്ങളുടെ മക്കൾ ഈ വലിയ നേട്ടത്തിന് പിന്നിലെ ബ്രില്യന്റ് ടീമിനോടുള്ള സ്നേഹപ്രകടനം കാട്ടിത്തന്നത് അവർക്ക് ലഭിച്ച മെമന്റോകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. അത് നയനമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. മേളത്തിന്റെ താളത്തിനൊപ്പം അവിടെ നിന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഉറക്ക വിളിച്ചു പറഞ്ഞു, രാജ്യത്തിന് അഭിമാനമായി കേരളത്തിൽ ജെഇഇ മെയിൻ ഫസ്റ്റ് സെഷനിൽ ഒന്നാമതെത്തിയ അക്ഷയ് ബിജു മുന്നിൽ നിൽക്കുമ്പോഴും അവസാനിക്കുന്നില്ല. ബ്രില്യന്റ് നേടിയ വിജയത്തിന്റെ മാറ്റൊലികൾ. ജെഇഇ മെയിൻ ഫസ്റ്റ് സെഷനിൽ കേരളത്തിലെ ആദ്യ 10 റാങ്കുകളും കരസ്ഥമാക്കിയാണ് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ അണിനിരന്നത്.
മാത്രവുമല്ല, കേരളത്തിൽ 99.9% സ്കോറിന് മുകളിലെത്തിയത് 17 പേർ. ആ 17 പേരിൽ 16 പേരും ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിന്റെ ചുണക്കുട്ടികൾ. കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കി കേരളത്തിനും ബ്രില്യന്റിനും അഭിമാനമായി മാറിയ അക്ഷയ് ബിജു 2ാം സ്ഥാനം കരസ്ഥമാക്കി ഗൗതം വാദിയാത് 3ാം സ്ഥാനം കരസ്ഥമാക്കി ആദിത്യ രതീഷ് 4ാം സ്ഥാനം കരസ്ഥമാക്കി ആന്റണി ഫ്രാൻസിസ് 5ാം സ്ഥാനം കരസ്ഥമാക്കി ആദിൽ സയാൻ 6ാം സ്ഥാനം കരസ്ഥമാക്കി മിഷാൽ ഷെരീഫ് 7ാം സ്ഥാനം കരസ്ഥമാക്കി ഹരി ഗോവിന്ദ് ആർ 8ാം സ്ഥാനം കരസ്ഥമാക്കി റയാൻ സലീം 9ാം സ്ഥാനം കരസ്ഥമാക്കി മിലൻ ജോസ് 10ാം സ്ഥാനം കരസ്ഥമാക്കി മഹാദേവൻ സഞ്ജു. അങ്ങനെ ജെയ്മെയിൻ സെഷൻ 1 റിസൾട്ടിൽ കേരളത്തിലെ ആദ്യ 10ൽ 10 റാങ്കുകളും കരസ്ഥമാക്കിയത് 40 വർഷത്തെ വിജയ പാരമ്പര്യമുള്ള ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥികൾ. 99% സ്കോറിന് മുകളിൽ കേരളത്തിൽ മൊത്തമുള്ളത് 311 വിദ്യാർത്ഥികൾ. അതിൽ 295 വിദ്യാർത്ഥികളും ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിൽ നിന്നുള്ളവർ. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ നിന്നും 99% സ്കോറിന് മുകളിൽ നേടിയ 95% വിദ്യാർത്ഥികളും ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഇനി ഈ സദസ്സിൽ ബ്രില്യന്റിന്റെ കുപ്പായമിട്ട് അഭിമാനത്തോടെ അണിനിരന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കാണികളല്ല, വിജയികളാണ്. 2025 ജെയ്മെയിൻ ഫസ്റ്റ് സെഷനിൽ 97% സ്കോറും 98% സ്കോറും നേടിയ മിടുക്കരായ വിദ്യാർത്ഥികളാണിത്. എടുത്തു പറഞ്ഞാൽ 97% സ്കോറിന് മുകളിൽ നേടിയ 1000-ലധികം വിദ്യാർത്ഥികളുടെ മഹനീയ സദസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി കഴിഞ്ഞ 3 വർഷത്തെ റിസൾട്ടിനെ കുറിച്ച് ഹൈലൈറ്റിംഗ് പോയിന്റ് കൂടി പറയാം. 2022 ജെയ്മെയിൻ എക്സാമിൽ 100% സ്കോർ നേടി കേരള 1ാം സ്ഥാനവും ജെയ് അഡ്വാൻസ്ഡിൽ ഇന്ത്യയിലെ 3ാം റാങ്കും നേടിയ തോമസ് ബിജുവിനെ 50 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകിയാണ് ബ്രില്യന്റ് ആദരിച്ചത്. നെക്സ്റ്റ് 2023 വീണ്ടും ചരിത്രം ആവർത്തിക്കുന്നു. 100% സ്കോറോടെ ബ്രില്യന്റിലെ വിദ്യാർത്ഥി ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ അധ്യാപകൻ സ്റ്റെന്നി സാറിന്റെ മകൻ ആഷിഖ് സ്റ്റെനി 100% സ്കോറോടെ കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കി. നെക്സ്റ്റ് 2024 വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. 99.99% സ്കോറോടെ ഹാഫിസ് റഹ്മാൻ കേരളത്തെ പ്രതിനിധീകരിച്ച് ജെയ്മെയിൻസിൽ 1ാം റാങ്കിലേക്ക് എത്തുന്നു. അത്യഭിമാനത്തോടെ വേദിയിൽ അണിനിരുന്ന വിദ്യാർത്ഥികളോടൊപ്പം നിറഞ്ഞ മനസ്സോടെ ബ്രില്യന്റിലെ ഡയറക്ടേഴ്സും അധ്യാപകരും എല്ലാം മുൻനിരയിൽ അണിനിരന്നു. ബ്രില്യന്റിലെ ഡയറക്ടർമാരിൽ ഒരാളായ സന്തോഷ് കുമാർ സാർ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന 1000-ലധികം ജെയ്മെയിൻ വിജയികളെ അഭിനന്ദിച്ച് സംസാരിച്ചു. ഈ ഒരു വേദി ശരിക്കും അഭിമാനത്തിന്റെ ഏറ്റവും നല്ല ഒരു നിമിഷമാണ്. അതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളുടെ കഠിന അധ്വാനമാണ്. പിന്നീട് വിദ്യാർത്ഥികൾ ഓരോരുത്തരുമായി അവർക്ക് ലഭിച്ച നേട്ടം, ഈ നേട്ടത്തിൽ ബ്രില്യന്റ് അവരോടൊപ്പം നിന്നതിന്റെ യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞു. ഇത്രയും ആൾക്കാർ ഒരു സ്ഥലത്ത് കൂട്ടിയിരുന്ന് ഇത്ര റിസൾട്ട് ഉണ്ട് എന്ന് പറയാൻ ബ്രില്യന്റ് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവിടെ വരുമ്പോൾ. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടും ഇത് പോസിബിൾ ആണെന്ന് തന്നെ പിന്നെ നമുക്ക് മനസ്സിലായി. ഇവിടെ മുകളിൽ കയറിയിരിക്കുന്ന ആരോട് ചോദിച്ചാൽ അവര് പറയും റിസൾട്ടിനുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള നമ്മുടെ ഈ ഫാക്കൽറ്റീസ് ആണ്. അവരുടെ സപ്പോർട്ടും ഗൈഡൻസും ഇല്ലാണ്ട് ദിസ് ഇസ് നോട്ട് പോസിബിൾ. സോ ബിഗ് താങ്ക് യു ടു ഓൾ ഓഫ് ദം. ഇത്ര വലിയൊരു റിസൾട്ട് അത് വേറെ ഏതൊരു സെന്ററിനും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. 300 പേരുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് ബ്രില്യന്റിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. വേറെ എവിടെയും ഇത്രയ്ക്ക് റിസൾട്ട് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല.
99 പേഴ്സണാലിറ്റിയെ 300-ലധികം വിദ്യാർത്ഥികൾ ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഇമ്പോസിബിൾ ടാസ്ക് ഫോർ ലൈക്ക് എനി സെന്റർ ടു ഡു ദാറ്റ്. ഏറെ അഭിമാനത്തോടെ നിറഞ്ഞ മനസ്സോടെ അവർ വീണ്ടും മെമന്റോകൾ ഉയർത്തിപ്പിടിച്ചു. അവരോടൊപ്പം ബ്രില്യൻ ടീമും ഒരുമിച്ച് നിന്നു. 2025 JEE മെയിൻ റിസൾട്ടിൽ അഭിമാനിക്കുന്ന ബ്രില്യൻ ടീമിന്റെ സന്തോഷത്തിന് മറ്റൊരു പകരക്കാരൻ ഇല്ല. കാരണം ഇത് ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ പഠിച്ച വിദ്യാർത്ഥികളെ മാത്രം സത്യസന്ധമായി മുൻനിരയിൽ നിർത്തിക്കൊണ്ടുള്ള ആഘോഷമാണ്. 2025 JEE മെയിൻ ഫസ്റ്റ് സെഷൻ റിസൾട്ട് വന്നപ്പോൾ പകരക്കാരില്ലാതെ എണ്ണിപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടുമായിട്ട് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ 99 പോയിന്റ് മുകളിൽ 16 വിദ്യാർത്ഥികൾ. കേരളത്തിൽ ആകെയുള്ള 312 കുട്ടികളാണ് 99% മുകളിലുള്ളത്. അതിൽ 295. ഒരു കാര്യം എടുത്തു പറയട്ടെ, ബ്രില്യന്റിന് 40ാമത്തെ വർഷത്തെ റിസൾട്ട് അല്ലത്, 40 വർഷമായിട്ട് ബ്രില്യന്റ് തുടരുന്ന റിസൾട്ട് ആണിത്. ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ, നേടാനായി നേതാവായി മാർഗങ്ങൾ തേടുന്നേ, പണ്ടത്തെ കാലത്തിൻ വീര്യത്തെ ഓർക്കുന്നേ. ഇത് ബ്രില്യന്റിന്റെ 2025 റിസൾട്ടിന്റെ തുടക്കം മാത്രമാണ്. സീനൊക്കെ ഇനി മാറും. ഇനി ടീച്ചർ ടി ബാക്കി ഹെ ഭായ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.